എല്ലാവർക്കും കൊമേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിനെ കുറിച്ചാണ്. ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം. ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഹോം കൺട്രിക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളാണ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ്. എന്നാൽ ഇതിനൊരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല. ലോകത്തെല്ലായിടത്തും ഇത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതിനില്ല. മൾട്ടിനാഷണൽ കമ്പനിയും ട്രാൻസ്നാഷണൽ കമ്പനിയും ഏകദേശം സിമിലറാണ്. മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം പല രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസാണ്. അതായത് ഒരു രാജ്യത്ത് തുടങ്ങി മറ്റ് ഫോറിൻ കൺട്രീസിലേക്ക് അതിൻ്റെ ഓപ്പറേഷൻസിനെ വ്യാപിപ്പിക്കുകയും ഇൻവെസ്റ്റ്മെൻറ്റിനെ എക്സ്പാൻഡ് ചെയ്ത് ഒരു നാഷണൽ ഇൻഡസ്ട്രി മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് മാറുന്നു. ഇത് ട്രാൻസ്നാഷണൽ കമ്പനി പോലെ പല രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ട്രാൻസ്നാഷണൽ കമ്പനി പോലെ തന്നെ പല രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോം കൺട്രിയിലായിരിക്കും മൾട്ടിനാഷണൽ കമ്പനീസിന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ ഡിസിഷൻസ് എടുക്കുന്നത് എപ്പോഴും ഹോം കൺട്രിയിലുള്ള കമ്പനി ഏതാണോ അതായിരിക്കും. അതായത് സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ളതാണ് മൾട്ടിനാഷണൽ കമ്പനി. പക്ഷേ ട്രാൻസ്നാഷണൽ കമ്പനിക്ക് സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിൻ്റെ ഓപ്പറേഷൻസിനെ സ്പ്രെഡ് ചെയ്യിക്കുന്നതാണ് ട്രാൻസ്നാഷണൽ കമ്പനീസ്. എന്നാൽ ട്രാൻസ്നാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഏകദേശമൊക്കെ മൾട്ടിനാഷണൽ കമ്പനി പോലെ തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസം ഉള്ളത് ഈ TNC ട്രാൻസ്നാഷണൽ കമ്പനി പല രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല. അതായത് ഇതൊരു രാജ്യത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് സ്റ്റാർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പിന്നീട് അത് മറ്റ് പല രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളെ മാനേജ് ചെയ്യാൻ ഒരു ഹോം കമ്പനി ഇല്ല. അതായത് ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല. അതുപോലെ തന്നെ ഈ ട്രാൻസ്നാഷണൽ കമ്പനീസിന് സബ്സിഡറി കമ്പനീസും ഇല്ല. എന്നാൽ മൾട്ടിനാഷണൽ കമ്പനീസിന് ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഹോം കമ്പനിയുണ്ട്. അതുപോലെ തന്നെ സബ്സിഡറീസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഒന്നാമത്തെ ഫീച്ചർ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ പോലെ തന്നെ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഫീച്ചർ. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് എഫിഷ്യൻ്റായിട്ട് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റിയ കുറേ ലൊക്കേഷനുണ്ട്. ആ ലൊക്കേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് കഴിയുന്നുണ്ട്. അതുപോലെ അതുവഴി പ്രോഫിറ്റ് അവർക്ക് മാക്സിമൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റിയ ലൊക്കേഷൻ കണ്ടെത്തി കഴിയുമ്പോഴത്തേനും റിസോഴ്സസ് അടുത്തുണ്ടായിരിക്കും. അപ്പം അതിൻ്റെ റിസോഴ്സസ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് കുറയും. അങ്ങനെ അവരുടെ കോസ്റ്റിനെ കുറച്ചുകൊണ്ട് പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിന് കഴിയും. പിന്നെ രണ്ടാമത്തെയാണ് ജോഗ്രഫിക്കൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ള റിസോഴ്സസ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇല്ലാത്ത റിസോഴ്സസ് പല ഭാഗങ്ങളിൽ കാണുമല്ലോ. അത് ഇല്ലാത്ത ഭാഗത്തേക്ക് ഉള്ള റിസോഴ്സസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ ഓപ്പറേഷൻസിനെ എക്സ്പാൻഡ് ചെയ്യാനും കഴിയും. മൂന്നാമത്തെയാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു സ്റ്റേബിളായിട്ടുള്ള ഇക്കണോമിക് ബേസ് ഉണ്ടാക്കാൻ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിന് കഴിയുന്നു. അതാണ് മൂന്നാമത്തെ ഫീച്ചർ. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് കൊണ്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. അതായത് ലോക്കൽ പോപ്പുലേഷന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു. അതായത് ഏത് രാജ്യത്താണോ അവർ സിറ്റുവേറ്റ് ചെയ്യുന്നത് അവിടെയുള്ള ലോക്കൽ പോപ്പുലേഷന് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവർ ഒരുക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണമാണ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. എന്ന് വെച്ചാൽ ഹോസ്റ്റ് കൺട്രീസിൽ ഇല്ലാത്ത ടെക്നോളജീസും അതുപോലെ തന്നെ നോളജൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ്റെ ഫീച്ചേഴ്സ്. മറ്റൊരു ഫീച്ചറാണ് ട്രാൻസ്നാഷണൽ കമ്പനീസിൻ്റെ ടോട്ടൽ സെയിൽസ് വാല്യൂ എടുക്കുമ്പം ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിൻ്റെ
സൈസ് വളരെ വലിയ സൈസായിരിക്കും. അതായത് ജയൻറ്റ് സൈസ് ഓർഗനൈസേഷൻ എന്നാണ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിനെ പറയുന്നത്. അപ്പം ടോട്ടൽ സെയിൽസ് വാല്യൂ എടുക്കുമ്പം ജയൻറ്റ് സൈസ് ഓർഗനൈസേഷനാണ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ്. അതൊരു ഫീച്ചറാണ്. അടുത്തതാണ് പല ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസും അവരുടെ ഫോറിൻ മാർക്കറ്റിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അതായത് പല കമ്പനികളും ട്രാൻസ്നാഷണൽ കമ്പനികളാകുന്നത് ഫോറിൻ കോമ്പറ്റീഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വേൾഡ് മാർക്കറ്റ് ഷെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അവർ ഹൈലി അവരുടെ ഫോറിൻ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അടുത്തതാണ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് മൾട്ടി പ്രോഡക്റ്റ് എൻ്റർപ്രൈസസ് ആണെന്നാണ് പറയുന്നത്. മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് കൊണ്ടുവരുന്നവരാണ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ്. എന്ന് വെച്ചാൽ ഒരേ കമ്പനി തന്നെ പല പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രോഡക്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പല ആളുകളെ പല കസ്റ്റമേഴ്സിനെ എയിം ചെയ്തുകൊണ്ട് പല പ്രോഡക്ട്സ് അവർ ഉണ്ടാക്കാറുണ്ട്. അടുത്തതാണ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിൻ്റെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ഇന്നൊവേഷൻസും അവരുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ അവരുടെ ടെക്നോളജീസൊക്കെയാണ്. ഒരേ പ്രോഡക്റ്റിൽ തന്നെ പല വേരിയേഷൻസ് കൊണ്ടുവരാനും അവർ ശ്രമിക്കാറുണ്ട്. ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവർ അവരുടെ ബിസിനസ്സിനെ ചെയ്യുന്നത്. വളരെ ഇന്നൊവേറ്റീവായിട്ട് അവർ ചിന്തിക്കുകയും മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുകയും ചെയ്യുന്ന ഓർഗനൈസേഷൻസാണ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ്. ഇനി നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഫേംസ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് ആകുന്നത് എന്നുള്ളതാണ്. അതിലെ ഫസ്റ്റ് പോയിൻ്റാണ് ടു പ്രൊട്ടക്റ്റ് ദംസെൽസ്. എന്ന് വെച്ചാൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക് ഉള്ളതും അതുപോലെ തന്നെ ഒരുപാട് പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. ഒരുപാട് റിസ്ക് ഉണ്ടെങ്കിലും എത്രത്തോളം റിസ്ക് എടുക്കുന്നു അത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാനും കഴിയുന്ന ഒരു ഫീൽഡാണ് ബിസിനസ് ഫീൽഡ് എന്ന് പറയുന്നത്. അതുപോലെ അൺസർട്ടനിറ്റീസും ഒരുപാട് ഉള്ളതാണ് ഈ ബിസിനസ്സിൽ. മറ്റ് രാജ്യങ്ങളിലോട്ട് ബിസിനസ് ഓപ്പറേഷൻസ് ചെയ്യുന്നതിലൂടെ ഹോം കൺട്രിയിൽ ബിസിനസ്സിനുണ്ടാകുന്ന ഡിപ്രഷൻ സ്റ്റേജിൻ്റെ അപ്പം ഹോം കൺട്രിയിൽ നെഗറ്റീവ് ഇക്കണോമിക് ഇമ്പാക്റ്റ് ആയിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അതായത് ഹോം കൺട്രിയിൽ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ ഹോം കൺട്രിയിലെ ഇക്കണോമിക് ബാലൻസിനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അത് മറ്റ് രാജ്യങ്ങളിലേക്ക് ബിസിനസ് ഉണ്ടാക്കുന്ന ആ എഫക്റ്റിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് കൊണ്ട് കഴിയുന്നുണ്ട്. അതായത് ഹോം കൺട്രിയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ബിസിനസ് കൊണ്ട് കഴിയുന്നു. അടുത്തതാണ് ടു ടാപ്പ് ദ ഗ്രോയിങ് വേൾഡ് മാർക്കറ്റ്. എന്ന് വെച്ചാൽ ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസിനെ വേൾഡ് വൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും തുടങ്ങി. അതായത് സിമിലർ ഗുഡ്സ് ആൻഡ് സർവീസ് ഗ്ലോബലി അവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അതുതന്നെയാണ് ട്രാൻസ്നാഷണൽ കമ്പനി പോലെയുള്ള കോർപ്പറേഷൻസ് ആഗ്രഹിച്ചതും, അവരുടെ പ്രോഡക്ട്സിനെ ഗ്ലോബലൈസ് ചെയ്യുക എന്നുള്ളത്. ഹോം കൺട്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക, അതായത് അവരുടെ പ്രോഡക്റ്റിനെ ഗ്ലോബലൈസ് ചെയ്യുക. അപ്പോൾ വേൾഡ് മാർക്കറ്റ് അവർക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെയാണ് റെസ്പോൺസ് ടു ഇൻക്രീസ്ഡ് ഫോറിൻ കോമ്പറ്റീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോറിൻ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് ആയത്. ഫോറിൻ കോമ്പറ്റീറ്റേഴ്സ് അവരുടെ അല്ലെങ്കിൽ ഫോറിൻ കോമ്പറ്റേറ്റേഴ്സിൻ്റെ ബിസിനസ് സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് എന്താണേലും ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിന് അവിടെ നിൽക്കാൻ ഒത്തിരി നാൾ നിന്ന് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്സിന് ഫോറിൻ ബിസിനസ്സിൻ്റെ ബിസിനസ് സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കാനും അവരുടെ സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് ഫോറിൻ കമ്പനീസിൻ്റെ ഹോം കൺട്രിയിൽ തന്നെ അവരുടെ ഓപ്പറേഷൻസ് സെറ്റ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞു. അടുത്തതാണ് ടു റെഡ്യൂസ് കോസ്റ്റ്. ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് അവരുടെ ഓപ്പറേഷൻസ് ഫോറിൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് വളരെ വേഗം അവരുടെ പ്രോഡക്റ്റ്സ് ആക്സസ് ചെയ്യാൻ കഴിയുന്ന അത്രയും രീതിയിൽ ക്ലോസ് ആക്കി. അതായത് ഫോറിൻ കസ്റ്റമേഴ്സിനെ എയിം ചെയ്തുകൊണ്ട് ഫോറിൻ കൺട്രിയിൽ തന്നെ അവരുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ തുടങ്ങി. അതായത് ഫോറിൻ കസ്റ്റമേഴ്സിനോട് വളരെ അടുത്തായതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും.
അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ്, പ്രിഫറൻസ്, അവരുടെ ആ പ്രോഡക്റ്റ് കൊണ്ടുള്ള അവരുടെ റെസ്പോൺസ് ഒക്കെ അവർക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാനും മിഡിൽമാൻ്റെ സഹായമില്ലാതെ ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിന് കഴിയുന്നു. അതായത് വളരെ ക്ലോസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അതായത് ഫോറിൻ കസ്റ്റമേഴ്സിനോട് വളരെ ക്ലോസ് ആയിട്ട് അവരുടെ ഓപ്പറേഷൻസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ റെസ്പോൺസും അവരുടെ പ്രിഫറൻസും ഒക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അല്ലെങ്കിൽ ഒരു മിഡിൽമാൻ്റെ സഹായം കൂടി ആവശ്യമായിട്ട് വരും ഈ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ അറിയാൻ. അങ്ങനെ മിഡിൽമാന് വേണ്ടി ചിലവാക്കുന്ന ഒരു കോസ്റ്റും കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കുറഞ്ഞു, മിഡിൽമാന് വേണ്ടി ചിലവാക്കുന്ന കോസ്റ്റും കുറഞ്ഞു. അപ്പം കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്നാഷണൽ കമ്പനീസായിട്ട് മാറിയിട്ടുണ്ട്. അടുത്തതാണ് ടു റെഡ്യൂസ് ടാരിഫ്. ടാരിഫ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ടാക്സ് ആണ്. ടാരിഫ് എന്ന് പറയുന്ന ഒരു വലിയ റെസ്ട്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫേംസിന് കഴിയും. അതായത് യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേമിന് മറ്റേത് രാജ്യത്തോട്ട് വേണമെങ്കിലും ടാരിഫ് പേ ചെയ്യാതെ ആ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയും. ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്, ഈ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യം. അപ്പോൾ ടാരിഫ് എന്ന് പറയുന്ന ഒരു വലിയ റെസ്ട്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും ഫേംസ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് ആയിട്ട് മാറാറുണ്ട്. അടുത്തൊരു ചെറിയ പോർഷനാണ് ഇൻട്രാഫേം ട്രേഡ്. ഇൻട്രാഫേം ട്രേഡ് എന്ന് പറയുമ്പം പല രാജ്യങ്ങളിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന റിലേറ്റഡ് പാർട്ടീസ് തമ്മിലുള്ള ട്രേഡിനെയാണ് ഇൻട്രാഫേം ട്രേഡ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രേഡിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാതെ ജോയിൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇൻട്രാഫേം ട്രേഡിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അതായത് സിമിലർ പ്രോഡക്ട്സ് ബിസിനസ് ചെയ്യുന്ന സെയിം ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ പ്രോഡക്ട്സ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഇൻട്രാഫേം ട്രേഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു രാജ്യത്തുള്ള ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മറ്റൊരു രാജ്യത്തുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് അവരുടെ പ്രോഡക്ട്സ് എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ സെയിം ഇൻഡസ്ട്രി ആണല്ലോ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സെയിം ഇൻഡസ്ട്രി ആണല്ലോ. അപ്പം അതിനെയാണ് ഇൻട്രാഫേം ട്രേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ട്രാൻസ്നാഷണൽ കമ്പനീസിന് പല ബ്രാഞ്ചസ് കാണുമല്ലോ. ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് ഉള്ളത്. ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് പറയുമ്പം പല സ്ഥലങ്ങളിലുള്ളത് കൊണ്ട് അതിന് പല ബ്രാഞ്ചസ് അല്ലെങ്കിൽ പല സബ്സിഡറീസ് കാണും. ഈ ഒരു ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിൻ്റെ തന്നെ പല ബ്രാഞ്ചസ് തമ്മിലോ അല്ലെങ്കിൽ പല സബ്സിഡറീസ് തമ്മിലോ അവരുടെ പ്രോഡക്ട്സിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജോയിൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇന്നത്തെ ക്ലാസ്സിൽ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിനെ കുറിച്ച് പഠിച്ചു. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. അടുത്ത വീഡിയോ